തിരുവനന്തപുരം കല്ലമ്പലത്തെ MDMA കേസിലെ മുഖ്യപ്രതി സൈജുവിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമെന്നറിയുന്നു. വർക്കല ഞെക്കാടിന് സമീപം സൈജു ആഡംബര വീട് നിർമ്മിച്ചു. സാമ്പത്തിക ഉയർച്ചയ്ക്ക് പിന്നിൽ ലഹരി ഇടപാട് വഴി കിട്ടിയ പണമാണോ എന്ന് സംശയമുണ്ട്. MDMA എത്തിച്ചത് വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കല വഴിയുള്ള ചെറുകിട കച്ചവടത്തിനായിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. കേസിൽ പോലീസും എക്സൈസും വിശദമായ അന്വേഷണത്തിനാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി മനീഷ് മഹിവാൽ നിൽക്കുന്നു. മനീഷ് മഹിവാൽ ചേരുന്നു. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മനീഷ്, ഇത്രയധികം, അതായത് MDMAയുടെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ ഇത്രയധികം ക്വാണ്ടിറ്റി കടത്തിക്കൊണ്ടുവന്ന് ഇവിടുത്തെ ആളുകളെ നശിപ്പിക്കാനുള്ള തീരുമാനത്തിൻ്റെ വഴിയിലാണല്ലോ ഇന്നത്തെ കല്ലമ്പലത്തെ MDMA പിടിച്ചത്. വിവരങ്ങൾ? അതെ SKN, രാജ്യത്ത് തന്നെ വിമാനത്താവളത്തിന് പുറത്ത് ഇത്രയും അധികം MDMA, അതായത് 1.25 കിലോ, ഏകദേശം മാർക്കറ്റിൽ 4 മുതൽ 5 കോടി രൂപ വരെ വില വരുന്ന MDMA സാധാരണഗതിയിലൊക്കെ തന്നെ വിമാനത്താവളത്തിന് ഇതിനു മുൻപും രാജ്യത്തെ പലയിടത്തും പിടികൂടിയിട്ടുണ്ട്. പക്ഷേ പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനെ പിടികൂടുന്നത് വളരെ ചുരുക്കം സംഭവങ്ങളാണ് എന്നാണ് നിലവിൽ ഡാൻസ് ഓഫ് ടീമുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ സൈജുവിനെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നത് സഞ്ജു എന്നാണ്. ഇയാളുടെ സൗഹൃദ വലയത്തിൽ ഇയാളുടെ വിളിപ്പേര് സഞ്ജു എന്നാണ്. സഞ്ജുവിന് വർക്കല ഞെക്കാടിന് സമീപം ഒരു 4 കോടി രൂപ വില വരുന്ന ഒരു ആഡംബര വീട് ഇയാൾ ഒരു 1.5 വർഷം കൊണ്ട് ഏകദേശം പൂർത്തിയാക്കി. അതിൻ്റെ പാലുകാച്ചലടക്കമുള്ള ചടങ്ങ് ഈ അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും വലിയ വീട് വെക്കാൻ ഇയാൾക്ക് എങ്ങനെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായി? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇയാൾ വിദേശത്തേക്ക് 4 തവണ യാത്ര നടത്തിയിട്ടുണ്ട്. ഇയാൾ ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ് ഇയാളും ഇയാളുടെ ഒരു സുഹൃത്ത് നന്ദുവും കൂടി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ഒരു വാഹനം, ഇന്നോവ വാഹനം വാടകയ്ക്കെടുക്കുകയും ഇയാളെ കൂട്ടാൻ വേണ്ടി 2 സുഹൃത്തുക്കൾ ഉണ്ണിക്കണ്ണനും പ്രവീണും മറ്റു ബന്ധുക്കളും, ഈ ഉണ്ണിക്കണ്ണനും പ്രവീണിനും ഒപ്പം തന്നെ സ്ത്രീകൾ ഉണ്ടായിരുന്നത് ബന്ധുക്കളാണ്. പക്ഷേ അവർക്കിതിൽ പങ്കില്ലാത്തതുകൊണ്ടാണ് അവരെ വിട്ടയച്ചത്. അങ്ങനെ ഈ ഉണ്ണിക്കണ്ണൻ, പ്രവീൺ, നന്ദു, സഞ്ജു, അതായത് സൈജു എന്ന യഥാർത്ഥ പേരുള്ള സഞ്ജു, ഈ 4 പേരെയും കല്ലമ്പലത്ത് വെച്ചാണ് ഈ 2 വാഹനം പിന്തുടർന്ന് ഡാൻസ് ഓഫ് ടീം, അതായത് പോലീസിൻ്റെയും എക്സൈസിൻ്റെ സംയുക്ത ടീം എത്തി അവരെ പരിശോധന നടത്തുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിനകത്ത് ഈന്തപ്പഴം കൊണ്ടുവന്ന ബാഗിനകത്ത് നിന്നാണ് ഈ 1.25 കിലോ, അതായത് ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലായിരുന്നു ഈ MDMA ഒളിപ്പിച്ച് വെച്ചിരുന്നത്. 1.25 കിലോയോളം വരുന്ന MDMA. ഇത് വർക്കല കേന്ദ്രീകരിച്ച്, കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വർക്കല. അതുകൊണ്ട് വർക്കല കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ MDMA വിൽപ്പന, ചില്ലറ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും നാൾ ഇയാൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഈ 4 കോടി രൂപ വില വരുന്ന ഈ വീട് വെക്കാൻ സാധിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ വർക്കലയാണ് ഇയാളുടെ കേന്ദ്രം, അവിടെയാണ് ഇയാളുടെ മാർക്കറ്റ്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ കൂടുതൽ കണ്ണികൾ ഇതുമായി ബന്ധപ്പെട്ട ഇയാൾക്ക്. മുഖ്യപ്രതിയായ സൈജു, അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? നാട്ടിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ, അതോ അയാൾ ഒരു ദുരൂഹതയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു? SKN, 2022 ഇയാൾക്കെതിരെ 2 കഞ്ചാവ് കേസ് ഉണ്ടായിരുന്നു. അതായത് ഇയാൾ 2022 വരെയൊക്കെ തന്നെ ഇയാൾക്ക് കഞ്ചാവ് കച്ചവടം മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്ത് ചില അടിപിടി ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് കേസ് മാത്രമേ ഉള്ളൂ. 2022 ശേഷം പിന്നെ ഇയാൾ MDMAയിലേക്ക് തിരിഞ്ഞു എന്നാണ് ഏകദേശം പോലീസിന് മനസ്സിലാക്കുന്നത്. കൃത്യമായ രഹസ്യ വിവരം പോലീസിന് ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വിമാനത്താവളത്തിന് പുറത്തേക്ക് എങ്ങനെ കസ്റ്റംസ് അറിയാതെ ഈ 5 കോടി രൂപ വരുന്ന MDMA കൊണ്ടുവന്നു എന്ന്, അതായത് ഈന്തപ്പഴത്തിനകത്താണെങ്കിലും കസ്റ്റംസിൻ്റെ പരിശോധനയിൽ എവിടെ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിടികൂടുന്നതാണ്. പക്ഷേ കസ്റ്റംസിനെ പോലും ഇയാൾ വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എവിടെയൊക്കെ സ്വാധീനമുണ്ട്. ഒപ്പം തന്നെ വിദേശത്ത് നിന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിനും ലഭ്യമായിട്ടുള്ളത് വിദേശത്ത് നിന്നും. ഒപ്പം ഇയാൾ താമസിക്കുന്ന വർക്കലയിൽ നിന്നാണ്. വർക്കല ഞെക്കാട് എന്ന സ്ഥലത്താണ് ഇയാൾക്ക് പുതിയ വീടുള്ളത്. ഇയാളുടെ പഴയ വീട് അടുത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടും അത്ര നന്നല്ല. SK. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്.